ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നുള്ള VSന്റെ വിവാദ ഇറങ്ങിപ്പോക്കിന് പിന്നിലും ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശമെന്ന് വെളിപ്പെടുത്തൽ. യുവ വനിതാ നേതാവ് നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങിപ്പോയത് എന്നാണ് മുതിർന്ന CPM നേതാവ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. VSനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് തിരുവനന്തപുരം സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് പറഞ്ഞതായിരുന്നു ഇതുവരെയുള്ള വിവാദം. സേഫ് സെയിൻ ലാബ്ദിൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, കഴിഞ്ഞ 10-12 വർഷമായി പാർട്ടിയെ വെട്ടിലാക്കുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം VSന്റെ മരണശേഷം വീണ്ടും ചർച്ചയാവുകയാണ്. ആദ്യം 2012 സമയത്ത് അന്ന് അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു എന്നുള്ളതായിരുന്നു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ 2015 ഇതേ ആവശ്യം ഉന്നയിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇറങ്ങിപ്പോക്ക് എന്നാണോ സുരേഷ് കുറുപ്പിന്റെ ലേഖനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? സുരേഷ് കുറുപ്പ് ദിനപത്രത്തിന് എഴുതി നൽകിയ ലേഖനത്തിൽ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ളവർ വരെ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴ സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ VS സ്റ്റേജിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഏകനായി ദുഃഖിതനായി VS ആണ് അന്ന് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹം തലകുനിക്കാൻ തയ്യാറായില്ല. ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടിക്കെതിരെ ഒരിക്കലും അധിക്ഷേപം തിരിഞ്ഞിട്ടില്ല എന്നാണ് ആ ലേഖനത്തിൽ പറയുന്ന ഒരു പരാമർശം. നേരത്തെ അവർ സൂചിപ്പിച്ച പോലെ തന്നെ 2012 തിരുവനന്തപുരം സമ്മേളനത്തിലാണ് VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണം, അതായത് വിഭാഗീയത നടത്തുന്ന VSനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നത്, പൊതുചർച്ചയിൽ ഉയർന്നു വന്നത്. അത് 2012 സമ്മേളനത്തിലായിരുന്നു. പക്ഷേ 2015 ആലപ്പുഴ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോകാൻ വിവിധ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് VSനെതിരായ പൊതുചർച്ചയിൽ വലിയ വിമർശനങ്ങൾ പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിക്ക് VS നൽകിയ ഒരു കത്ത് പുറത്തുവരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് VS അച്യുതാനന്ദൻ ആ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ VSനെതിരെ ഒരു കൊച്ചു പെൺകുട്ടി, അത് കൊല്ലത്ത് നിന്നുള്ള ഒരു പ്രതിനിധിയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു കൊച്ചു പെൺകുട്ടി VSനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതായിട്ടാണ് സുരേഷ് കുറുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ന് VS സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആ തീരുമാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. VS അച്യുതാനന്ദൻ പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് തരം താണിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. VSനെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ സമ്മേളനത്തിലേക്ക് തിരികെ വിളിച്ചെങ്കിലും VS പോകാൻ തയ്യാറായില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അന്നത്തെ ആ പ്രസ്താവന പിൻവലിക്കാതെ താൻ സമ്മേളന വേദിയിലേക്ക് തിരികെയില്ല എന്ന നിലപാടാണ് VS അച്യുതാനന്ദൻ അന്ന് സ്വീകരിച്ചത്. എന്തായാലും ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം അത് ഒരു സമ്മേളനത്തിലല്ല 2 സമ്മേളനങ്ങൾ ഉണ്ടായി എന്ന പുതിയ വെളിപ്പെടുത്തലാണ് സുരേഷ് കുറുപ്പ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സേഫ്, നേരത്തെ പിരപ്പൻകൂട മുരളിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിനെ പാർട്ടി എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് നമ്മൾ കണ്ടു. പുസ്തകത്തിന്റെ ഇതിനു വേണ്ടിയുള്ള പ്രചാരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രചാരണമാണ് അല്ലെങ്കിൽ വിവാദമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി തന്നെ വിഷയത്തെ തള്ളുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ സുരേഷ് കുറുപ്പിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ, നമുക്കറിയാം അദ്ദേഹം ജനപ്രീതിയുള്ള ഒരു നേതാവാണ്, അതുപോലെ തന്നെ മികച്ച പാർലമെന്റേറിയനാണ്. അങ്ങനെ പാർട്ടിക്കെതിരെ അദ്ദേഹം മുന്നോട്ട് വരുന്ന കാഴ്ചകളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ അതും തള്ളിക്കളയുക അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം നൽകുക, അത് പാർട്ടിക്ക് കുറച്ചുകൂടി കടുത്തതായിരിക്കില്ലേ? പാർട്ടി എന്തായാലും അത് ഓൺ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം VS അച്യുതാനന്ദനെ പോലൊരു രാഷ്ട്രീയ നേതാവിനെ ഇപ്പോ സംസ്കാരം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സമയത്ത് VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന വിവാദത്തെ കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യം CPM നേതൃത്വത്തിലുണ്ട്. പക്ഷേ ഈ അമൃത സൂചിപ്പിച്ച പോലെ തന്നെ അതിനകത്തൊരു പ്രശ്നമുള്ളത്, സുരേഷ് കുറുപ്പ് മുതിർന്ന നേതാവാണ്. ഇപ്പോൾ പാർലമെന്ററി രംഗത്ത് സജീവമല്ലെങ്കിലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. മുൻ MLA ആണ്, മുൻ MP ആയിരുന്നു. അങ്ങനെ ഒരു ജനകീയ പ്രതിച്ഛായുള്ള നേതാവ് ഈ വാദം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. പാർട്ടി അതിനെ തള്ളിപ്പറയുന്ന കാര്യത്തിൽ സംശയമില്ല. സുരേഷ് കുറുപ്പ് വിവിധ സ്ഥലങ്ങളിൽ ആൾക്കാരോട് സംസാരിച്ചതായി അറിയാൻ കഴിയുന്നത് താൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതായത് ആ വാദത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആരെങ്കിലും അത് ഓൺ ചെയ്യാനോ അത് അംഗീകരിക്കാനോ തയ്യാറാകില്ല എന്നുള്ളതാണ് വസ്തുത. ഇതൊരു പുതിയ വെളിപ്പെടുത്തലാണ്. 2012 ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായതെങ്കിൽ ആലപ്പുഴ സമ്മേളനത്തിലും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സുരേഷ് കുറുപ്പ് പറയുമ്പോൾ അതൊരു പുതിയ ഒരു വെളിപ്പെടുത്തലായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഒരു സമ്മേളനത്തിലല്ല, 2 സമ്മേളനത്തിൽ VSനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവായി കൂടി അതിനെ
കാണേണ്ടിയിരിക്കുന്നു. VS അച്യുതാനന്ദൻ അന്ന് ഇറങ്ങിപ്പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ ചർച്ചകൾ നടക്കുന്നു, തന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ചർച്ചകൾ നടക്കുന്നു എന്ന ബോധ്യം VS ഉണ്ടായ സമയത്താണ് അദ്ദേഹം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പാർട്ടി നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചതും അന്ന് പാർട്ടി മുൾമുനയിലാവുകയും ചെയ്തത്. പക്ഷെ VS പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. താൻ എടുത്ത നിലപാട്, അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് VS അച്യുതാനന്ദൻ തരംതാണു എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പിൻവലിക്കാതെ താൻ സമ്മേളന വേദിയിലേക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. പാർട്ടി അതേസമയം തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അന്ന് സമാപന സമ്മേളനത്തിലാണ്, അന്ന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട എന്ന് VS അച്യുതാനന്ദന്റെ പേര് പറയാതെ തന്നെ അന്ന് പറഞ്ഞത്. എന്തായാലും അന്നുണ്ടായ വിവാദങ്ങളിൽ VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൂടി വന്നു എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ശരി, സേഫ് സെയിൻ ലാബ്ദീനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.